വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായിട്ടുള്ള പ്രശ്നം ഈ വികസന മുന്നേറ്റം എങ്ങനെ നിലനിർത്തും. ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്തണ്ടേ. ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് വളരെ കൃത്യമായൊരു വികസന അജണ്ട കേരളത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി ചെയ്തിരുന്നു, 2006 തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വികസന അജണ്ട. ഇത് എനിക്ക് തോന്നുന്നു ഒരു രോഗമാണെന്ന് തോന്നുന്നു. കാരണം രാജ്യസഭ ഇലക്ഷൻ വരുമ്പം നിമിഷം മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതിനുവേണ്ടി ഞാനൊക്കെ അതിൻ്റെ പുറകെ, അതായത് ഒരു നിയമക്കുരുക്കിലായിരുന്നു. അത് ഹൈക്കോടതിയിലുണ്ടായിരുന്നു, സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. അതിന് SLP വളരെയധികം ആളുകൾ പോയി. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെൻ്റ് അവിടെ വന്നു. NSSന് ലഭിച്ചു, അതേ മാതൃകയിൽ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളും ഇതിൻ്റെ പുറകെ സർക്കാരിൻ്റെ പുറകിലും അതോടൊപ്പം തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി ഇടപെടുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഏതൊക്കെയാലും നമുക്കൊരു തീരുമാനം കിട്ടി. അപ്പോൾ അത് ഒരു 20,000-ഓളം വരുന്ന അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ കാര്യമാണ്, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതല്ല ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ നിയമപരമായിട്ട് അതിനകത്തൊരു വളരെ സങ്കീർണമായിട്ടൊരു കാര്യങ്ങളായിരുന്നു. പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇത് സബ്ജക്റ്റ് ടു ഈ പറയുന്ന സുപ്രീം കോടതിൻ്റെ വെടിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്ജക്റ്റ് ടു. അതങ്ങനെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു അനുകൂലമായ തീരുമാനം വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് നീണ്ടുപോയി, ഏപ്രിൽ അപ്പുറത്തേക്ക് പോയി, 6 വീക്സിലേക്കൊക്കെ നീണ്ടു പോയി. അവിടെയും ചില കാര്യങ്ങളൊക്കെ ചില രീതിയിൽ അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കോടതിയുടെ കാര്യമാണല്ലോ. അപ്പോൾ ഏതൊക്കെയാലും അത് പരിഹരിച്ചേ പറ്റൂ. ഇനിയിപ്പം ചിലപ്പോൾ കോടതി എന്ത് പറയും എന്ന് നമുക്കറിയില്ല. അപ്പോൾ കണ്ടംപ്റ്റ് കോർട്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഏതൊക്കെയാലും ഒരു തീരുമാനം അങ്ങനെ എടുത്തു. ഒരു ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് തീർച്ചയായും അതൊരു അനുകൂലമായി എടുത്തത് നമ്മുടെ ഒത്തിരി കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി അത് വലിയൊരു ആശ്വാസമായിട്ട് മാറി. എന്തൊക്കെയാലും നമുക്ക് കിട്ടിയല്ലോ, അതാണല്ലോ നമുക്ക് വേണ്ടത്. അല്ല, അത് നടപ്പിലാക്കും. ഇനിയിപ്പോൾ കോടതി തിരിച്ചു പറയുക ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടുണ്ടോ നാളെ ഉടനെ തന്നെ ഇത് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് പോകും. ബാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ UDFിൻ്റെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റം. എന്താണ് UDFിൻ്റെ എക്സൈസ് നയത്തിൽ ഉണ്ടായിരുന്നത്, അതിനകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെയുള്ളത് അതിൻ്റെ ചട്ടങ്ങളിൽ ഒരു ക്രമീകരിച്ചു എന്ന കുറച്ച് വിവേചനങ്ങളുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയമുണ്ട്, മറ്റ് സ്ഥലത്ത് സമയമില്ല. അത് കൂടുതലായിട്ടുള്ള അതൊന്ന് ക്രമീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ല, അതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ക്രമീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം ഏതൊക്കെയാലും നമുക്കറിയാം ഓരോ ഈ അല്ല, അതിന് നടപടി സ്വീകരിച്ചു. ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല. കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. റിസർവേഷൻ എടുത്ത് അടുത്ത കാലത്ത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ റിസർവേഷൻ എടുത്തു തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. ആ റിസർവേഷൻ എടുത്ത് വണ്ടി നിർത്താതെ പോയി. ഒടുവിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ എന്നിട്ട് നേരിട്ട് ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്നു. അവസാനം അവർ ടാക്സി പിടിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് എത്തിയപ്പോഴേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. അതൊക്കെ നമ്മുടെ മക്കളാണ് ഇറക്കി വിടും. ആ ഒരു കൺസിഡറേഷനാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ മകളെ വഴിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കില്ല. എൻ്റെ മകളെ കയറ്റാതെ സന്ധ്യ സമയത്ത് 5 മണിക്ക് വണ്ടി എൻ്റെ മകളെ തിരുവനന്തപുരത്ത് നിന്നുള്ള മകളെ കയറ്റാതെ കോതമംഗലത്ത് വിട്ടുപോയാൽ അത് സഹിക്കില്ല. അതിന് പേര് നടപടി. ഇച്ചിരി വികാരപരമാണ്. നിങ്ങൾക്കും ആ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യന്റെ വികാരമാണ്. അയ്യപ്പന്റെക്കാൾ 4 ഇരട്ടി വലിയ പടമാണ് പിണറായി വിജയൻ. നെയ്പ്പെല്ലാം മനസ്സിലായത് മുഴുവൻ അടിച്ചു മാറ്റി. ആ കണക്ക് കണ്ടാൽ നമ്മൾ ചിരിച്ചു മണ്ണ് വെക്കും. കണക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആദ്യം പങ്കെടുത്തത് 600 പേര്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് എഴുതി മേടിച്ചത് 3000 പേർക്ക്.
ഉച്ചയ്ക്ക് ലഞ്ച് 4000 പേർക്ക്, രാത്രി അത്താഴം കൊടുത്തത് 5000 പേർക്ക്, കിടക്ക വരെ അടിച്ചു മാറ്റി, പന്തലിന് വരെ കള്ളത്തരം കാണിച്ചു. ഒരു ഗാനമേള സംഘം വന്ന്, നന്ദഗോപ ഭജന സംഘം വന്ന് പാടിയെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല. അവരുടെ പേരിൽ 8 ലക്ഷം രൂപ എഴുതിയെടുത്തു. ഏത് ഇല്ലാത്ത ഗാനമേളയ്ക്ക് 8 ലക്ഷം രൂപ എഴുതിയെടുത്തു. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, കൊല്ലത്ത് കോർപ്പറേഷനിൽ CPM ഭരിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ നടത്തി. അതിനൊരു കുതിരയെ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചെലവ് എഴുതിയെടുക്കണമല്ലോ. അതിന് വൗച്ചർ എഴുതി കൊടുക്കുമ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതി കൊടുത്തു. ഓടിക്കാരത് പരിശോധിച്ചപ്പോ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാർ. ശരിടാ, മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റുമോ? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ബിരുദന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അയ്യപ്പന്റെ പണം വരെ അടിച്ചു മാറ്റിയത്. ആരൊക്കെ സ്പോൺസർഷിപ്പ് നടത്തിയെന്നു, എന്തോരെ കാശ് കിട്ടിയെന്നു ഒരു കണക്കില്ല. കോടികളാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ളക്കാരുടെ സർക്കാർ. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു പ്രയാസമുണ്ടാവും. ഇന്ത്യയിലെ 1ാം സ്ഥാനം എന്നാണ്. എന്തിനാ 1ാം സ്ഥാനം എന്നറിയാം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനം കേരളം. 11 മാസമായി വേറെ ആർക്കും കൊടുക്കൂല. പിന്നെ ക്രിമിനലുകൾ, ഗുണ്ടകളൊക്കെ തെരുവിലാണ്. ആകെ ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമാണ് സുഖം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഞാൻ കണക്ക് അസംബ്ലിയിൽ നോക്കിയപ്പോ 1000-ലധികം ദിവസമാണ് പരോള് കൊടുത്തേക്കുന്നത്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോഴോ അടുത്ത ബന്ധുക്കൾക്ക് സീരിയസ് ആയാൽ മാത്രമേ ഈ പരോള് കൊടുക്കാൻ പാടുള്ളൂ. ഇവന്റെയൊക്കെ ബന്ധുക്കൾ 1000 ദിവസം മരിച്ചാൽ പരോള് കൊടുത്തേക്കുക. ഈ ജയിലിലാണെങ്കിൽ ഭയങ്കര സുഖം. കാരണം ഇവര് പേടിപ്പിക്കും CPM നേതാക്കന്മാരെ. ചന്ദ്രശേഖരൻ കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഞങ്ങളത് വെളിപ്പെടുത്തും. അവര് പറഞ്ഞത് ഞങ്ങൾ ഈ പ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ദുരന്തമുണ്ടായതിന്റെ ഭാഗമായി ഇനി ഇവിടെ ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഞങ്ങൾക്ക് ഒന്നിച്ചൊരിടത്ത് താമസിക്കാം, ഒരു പ്രദേശത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കണം. കാരണം ഗവൺമെന്റ് പുനരധിവാസത്തിന് സഹായം നൽകി ആ പണം സ്വീകരിച്ച് പലയിടങ്ങളിലായിട്ടാണ് വീട് വെക്കുന്നത്. അതിന് പകരം ഒരിടത്ത്, ഒരു പ്രദേശത്ത് ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് കഴിയാൻ പറ്റണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. സർക്കാർ അതിന് അനുകൂലമായി പ്രതികരിച്ചു. അതിന്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ആ ടൗൺഷിപ്പ് നിർമ്മാണം പരസ്യമായി പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് സഹായങ്ങളുടേതായ ഓഫർ പലതരത്തിൽ വന്നു. ചില ഓഫറുകൾ യാഥാർത്ഥ്യമായി, ചില ഓഫറുകൾ യാഥാർത്ഥ്യമായില്ല. നല്ല രീതിയിൽ ഓഫർ യാഥാർത്ഥ്യമാക്കിയ സംഘടനയാണ് DYFI. 100 വീടാണ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം അവർ നൽകിയത്. LDFന്റെ ഭാഗമായുള്ള മറ്റ് യുവജന സംഘടനകളും AIYF പോലുള്ളത് ആകാവുന്ന സഹായം ഇക്കാര്യത്തിൽ ചെയ്തു. എന്നാൽ പ്രഖ്യാപിച്ച ടെൻഡർ പിന്നോട്ട് പോയി. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്താണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. നിലപാടുകൾ യോജിച്ചായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൽ കണ്ട ഒരു കാര്യം, ടൗൺഷിപ്പിലുള്ള വീടുകൾ നിർമ്മിക്കല്. വീട് ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്നുള്ള ഓഫറുകൾ വരുന്നു. അവർ വീട് നിർമ്മിച്ച് നൽകേണ്ട പണം തന്നാൽ മതി. കാരണം വീടുകൾ ഒരേ തരത്തിൽ നിർമ്മിക്കണം, അതിനൊരു വ്യത്യസ്തത ഉണ്ടാക്കണ്ട. ആവശ്യമായ പണം സർക്കാരിനെ ഏൽപ്പിക്കുക. ഇതൊക്കെ എല്ലാവരും യോജിച്ചുകൊണ്ടെടുത്ത നിലപാടായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യം അതിൽ നിന്ന് പിന്മാറി. എന്തിനാണ് പിന്മാറിയെന്ന് ആർക്കും അറിയില്ല. അവർ പ്രത്യേക സ്ഥലമെടുത്ത് പ്രത്യേകം ചില കുടുംബങ്ങളെ താമസിപ്പിക്കുമെന്നാണ് നിലപാടെടുത്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസും അതേ നിലപാടെടുത്തു. കോൺഗ്രസിന്റെ നിലപാട്, ലീഗ് നിലപാടെടുത്തതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു നിലപാട് വരുന്നത് എന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങൾ തുടക്കത്തിലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവരെല്ലാം അടക്കം ഇരുന്നു കൊണ്ട് പറഞ്ഞിരുന്നു, അതായത് ഈ ഓഫറുകൾ നൽകുന്ന നൽകുന്ന ഓഫറെല്ലാം യാഥാർത്ഥ്യമാക്കണമെന്നില്ലാതെ. അപ്പൊ ഏതെങ്കിലും കൂട്ടര് ഓഫർ യാഥാർത്ഥ്യമാക്കുന്നില്ല എന്ന് വിചാരിക്കുക, ആ വീട് നിർമ്മിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കി, പണം തന്നാലും തന്നില്ലെങ്കിൽ ഈ പറയുന്നവർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ചുമതല സർക്കാരിൻ്റെതാണ്. ആ ചുമതല സർക്കാർ നിറവേറ്റും. അതാദ്യമേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിൻവാങ്ങിയെങ്കിലും അതിന്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ വയനാടിന്റെ പ്രത്യേക കാലാവസ്ഥ, മഴക്കാലം നീണ്ടത്, അതെല്ലാം ഉണ്ടാക്കി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഇപ്പോഴാ പദ്ധതി ആകെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മിസ്റ്റർ MP രാജേഷ്, അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറയുകയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയാണ് പോലും ബാറുകൾ സമയം നീട്ടിയിട്ടുള്ളത് എന്നാണ്.
അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ ടൂറിസം വികസനത്തിന് വേണ്ടി ഏറ്റവും പേരുകേട്ട നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗുജറാത്ത് ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. ആ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യവർജനമാണ്. അപ്പൊ സമ്പൂർണ്ണ മദ്യവർജനമുള്ള ഗുജറാത്തിൽ 18 കോടി ആളുകൾ ഒരു വർഷം ആ ഗുജറാത്തിൽ വന്ന് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ നാടിനെ കാണുന്നു, ആ നാടിന്റെ ആത്മീയ ടൂറിസത്തിൽ പങ്കെടുക്കുന്നു, അവിടുത്തെ വികസനത്തെക്കുറിച്ച് ടൂറിസ്റ്റുകൾ പരിശോധിക്കുന്നു, പഠിക്കുന്നു, ആ നാട് കണ്ട് തിരിച്ചു പോകുന്നു. എങ്കിൽ 2 കോടിയിലടുത്ത് മാത്രം ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ യുവാവായിട്ടുള്ള ഒരു മന്ത്രി പറയുകയാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത്? അതാണോ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ ഭാഷ? ഈ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിനെ വർദ്ധിപ്പിക്കാൻ, ആത്മീയ ടൂറിസത്തിനെ വളർത്താൻ, ഈ കേരളത്തില് യുവാക്കൾക്ക് തൊഴിൽ കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് ലോകം അറിയേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ആ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട് കാണാൻ വരുന്നവരെ കൂടി അപമാനിക്കുന്ന സമീപനമാണ് ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് അത്യന്തം ലജ്ജാകരമാണ്, അത് കുറ്റകരമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തോട് അറിയിക്കുകയാണ്. നല്ല കാലം ആവർത്തിക്കുകയും കെട്ടകാലങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുവാനുള്ള കരുത്താണ് മനുഷ്യനുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് നല്ല കാലം ആവർത്തിച്ചാൽ അത് നാശമായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? നല്ല കാലം ആവർത്തിച്ചാൽ മോശമാണ്. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ നല്ല വിജയം നേടി, നല്ല മാർക്കുണ്ടായി. 9ാം ക്ലാസ്സിലും നല്ല മാർക്കുണ്ടായി. ഇനി തുടർന്ന് 10ാം ക്ലാസ്സിലും അവന് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അവൻ അഹന്തയുള്ളവനായി തീരും. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ അവനെ ഞാൻ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ബുദ്ധിജീവികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെയുള്ള ബുദ്ധിജീവികളാണ്. നല്ല കാലങ്ങൾ ആവർത്തിക്കപ്പെടണ്ടേ? എന്നാൽ നല്ല കാലത്തിലും ചില കരടുകൾ ഉണ്ടെങ്കിൽ ആ കരടുകൾ എടുത്തു കളയാനും കഴിയണം. പക്ഷെ കരട് എടുത്തു കളയാൻ വേണ്ടി, എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടണം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്കാരത്തിന് പറ്റില്ല. 60 ലക്ഷം ക്ഷേമ പെൻഷൻ ആളുകൾക്ക് ദിവസം 67 റുപ്യ കൊടുക്കുന്നില്ലേ? അതൊരു വലിയ സംഭവമല്ലേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് അഹന്തയുള്ള ജനാധിപത്യം വളരരുത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. ഈ പെൻഷൻ കൊടുത്താന്നും എനിക്ക് വിഷയമല്ല. എങ്ങനെയാ സച്ചി മാഷക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ തുടർന്ന് കിട്ടുമോ? 18 മാസം കുടിശ്ശിയാക്കി വെച്ചവരാണോ? കേരളത്തിൽ 10 വർഷം ഒരു മഹാദുരന്തം, 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു മഹാദുരന്തങ്ങൾ, 5 ദുരന്തങ്ങൾ അനുഭവിക്കുക. 1 കോവിഡ്, 2 നിപ്പ, 3 പ്രളയം, 4 ഉരുൾപൊട്ടല്, 5 കേന്ദ്രത്തിലെ ഭരണം. അത് കേരളത്തിന്റെ ദുരന്തമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേന്ദ്രത്തിൽ ഇവരല്ല, പദ്ധതി വിഹിതം ഉണ്ടായിരുന്നു. ബാലഗോപാലൻ മിനിസ്റ്റർ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇനി തിരുവനന്തപുരം കോർപ്പറേഷന് പൈസ വെക്കൂലേ? ബജറ്റ് വിഹിതത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വേറെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ടായി പൈസ വെക്കാതിരിക്കുന്നാൽ എങ്ങനെയുണ്ടാവും? അതേപോലെ ആ തോന്നിയാസല്ലേ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ്. നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ കേരളം ഇല്ലല്ലോ, ആമമുട്ടയല്ലേ ഉള്ളൂ. കേരളം ഇല്ലല്ലോ. കേരളത്തിൽ പകുതി പഞ്ചായത്തുകൾ UDF ഭരിക്കുകയല്ലേ. അപ്പൊ LDFന്റെ ഗവൺമെന്റ് ആ പഞ്ചായത്തുകൾക്ക് പദ്ധതി വീതം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസാണ്? ഈ കേരളം ചെയ്ത അപരാധം എന്താണ്? കേരളം വളർന്നു എന്ന കുറ്റമാണ്. കേരളം വളർന്നുപോയി എന്ന കുറ്റമാണ്. ആ കുറ്റത്തിന് കേരളത്തെ ശിക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനം. അതിനെ നേരിടണം. ഈ കേരളത്തിലെ ജനതയെ കൂടെ നിർത്താൻ കഴിയണം. മറ്റു ഭരണത്തിന്റെ പ്രക്രിയകളോ അതിന്റെ വിഷയങ്ങളൊക്കെ അതൊക്കെ വേറെ. മെയിൻ പ്രശ്നം ഇതാണ്. അപ്പൊ കാതെടുത്ത് കമഴ്ത്തി വെക്കുക. യൂത്ത് കോൺഗ്രസ്സുകാര് അതിനെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുണ്ട്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഒരു സമരമുറയുമായിട്ട് കേരളത്തിലോ അല്ല വേറെ എവിടെയെങ്കിലും പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച പ്രതിഷേധം അറിയിക്കാൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് കയറി, എന്നിട്ട് അതിക്രമിച്ചു കയറുകയും അക്രമാസക്തരാകുകയും
ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല, അവിടെ വാതിലിന്റെ മുന്നിൽ തന്നെ ഒരു റീത്ത് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൽ നടാടെയാണ്. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനൊരു സംഭവം വളരെ വളരെ നിന്ദ്യമായിട്ടുള്ള, വളരെ അധിക്ഷേപാർഹമായിട്ടുള്ള ഒരു സമരമുറ ഇതിനു മുൻപ് ആരുടെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് ഞാനറിയില്ല. ഒരു മന്ത്രിയുടെയും വീട്ടിലേക്ക് കയറിയിട്ട് റീത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും സംസ്കാരത്തിന് യോജിച്ചതല്ല, സംസ്കാര ശൂന്യമാണ്. മന്ത്രി മഹാറാണിയൊന്നുമല്ല. മന്ത്രിയെ വിമർശിക്കും, മന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, ശക്തമായ സമരവും നടത്തും. ഇപ്പോൾ ഒരു മഹതി പറയുകയാണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ആളാ, 50 വർഷം കത്തിരിയ വയറ്റിൽ കിടന്നാൽ ഒരു കുഴപ്പമില്ല. എന്തൊരു ധിക്കാരാന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ സമരം ചെയ്യും. അതിന് മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്ക്. അപ്പോൾ മന്ത്രിയുടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ ശിവൻകുട്ടി പറയുന്നത് നേരിടുന്നതാണ്. ശിവൻകുട്ടിക്ക് പഴയ വീര്യം ആരോഗ്യമൊന്നും ഇപ്പോഴില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്ന കൊള്ളാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അല്ല, മന്ത്രി ഏത് പാർട്ടിയാണ് മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അതാണോ പാർട്ടി നയം? അത് ഗോവിന്ദമാഷും MA ബേബിയും പറഞ്ഞ സമരം ചെയ്യുന്നത് തെറ്റാണോ? പിന്നെ ഇത്രയും ആരോഗ്യ വകുപ്പിനെ മോർച്ചറിയിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങളൊക്കെ മിണ്ടായിരിക്കണം. ശക്തമായി ഞങ്ങൾ പറയും, മന്ത്രി മഹാറാണിയൊന്നുമല്ല. മന്ത്രിയെ വിമർശിക്കും, മന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, ശക്തമായ സമരവും നടത്തും. ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ കഴിയുമോ? സർക്കാർ ആശുപത്രികളെ ഏതാണ്ട് കൊലക്കളങ്ങളാക്കിയില്ലേ ഈ മന്ത്രിയുടെ പിടിപ്പുകേട് കാരണം? മെഡിക്കൽ കോളേജ് സമരം ഡോക്ടർമാർ ഒരു ഒത്തുതീർപ്പാക്കാനും ആരും ശ്രമിക്കുന്നില്ല. പിന്നെ പാവപ്പെട്ടവരെവിടെ ചികിത്സയ്ക്ക് പോവും? കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെട്ടത്. ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുകയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു ദിവസം ഒരു ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നു. ഇതിനെന്താണ് ഭാഷ? ഇതാണ് ഒറ്റപ്പെട്ട സമരം, അല്ല ഒറ്റപ്പെട്ട സംഭവം. ഇപ്പോൾ ഒരു മഹതി പറയുകയാണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ആളാ, 50 വർഷം കത്തിരിയ വയറ്റിൽ കിടന്നാൽ ഒരു കുഴപ്പമില്ല. എന്തൊരു ധിക്കാരാന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ സമരം ചെയ്യും. അതിന് മന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിൽ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. അപ്പോൾ മന്ത്രിയുടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ആർക്കാണ് വിനാശകാലം വരാൻ പോകുന്നത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കാണാം, ഈ മന്ത്രി ഉൾപ്പെടെ. ഞാൻ പറയാം, അവിടെ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടില്ല, ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ചെന്ന് റീത്തങ്ങ് വെച്ചു, പ്രതിഷേധം. ആ നേരത്തെ പോലീസുകാരും ഇല്ല. കുട്ടികളകത്ത് കയറി റീത്ത് വെച്ചു തിരിച്ചു പോകുന്നു, അത്രയല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ ശിവൻകുട്ടി പറയുമ്പോൾ നേപ്പം കുറച്ചും ശ്രീമതി ടീച്ചറുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് വനിതകളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇതേ ദിവസം ഒരു ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ദേവികുളം MLA അവിടുത്തെ ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഒരു വനിതയായിട്ടുള്ള സ്പെഷ്യൽ തഹസിൽദാരെ വിളിച്ചിട്ട് അടിച്ച് കൈയും കാലും ഒടിക്കുന്നു പറഞ്ഞു. അതെന്ത് സംസ്കാരം? റീത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ അങ്ങേയറ്റത്ത് ഹീനമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കാരണം ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി, കണ്ണൂരിൽ റീത്ത് വെച്ചതാരാന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ വ്യക്തമായില്ലേ? ഇപ്പോൾ വ്യക്തമായല്ലോ. ഇതുപോലുള്ള നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം പ്രതിപക്ഷത്തിന് പരാജയം ഉറപ്പായിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള നാടകങ്ങൾ ഇനിയും കേരളത്തിന് കാത്തിരുന്ന് കാണേണ്ടി വരും കുറച്ച് ദിവസം.